ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിങ് പ്രീ പ്രിപ്പറേഷൻസ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ വെഡ്ഡിങ് അല്ല കേട്ടോ, എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് ആണ്. അപ്പം നമ്മൾ ഇന്ന് എരുമേലിയിലുള്ള ഫാബീസ് ബ്യൂട്ടി പാർലറിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ സ്വന്തം കടയാണ് ഫാബീസ് ബ്യൂട്ടി പാർലർ. നമ്മുടെ എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നിയർ ബൈ ആയിട്ടാണ് ഫാബീസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു സൺഡേ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങളും പരിപാടികളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ വന്നത് നിലവിൽ ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ അവർ അറിയാണ്ട് ഇങ്ങനെ വ്ളോഗൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. ഫുള്ള് വെട്ടിയോ? പല്ലടച്ചു വെക്ക്, പല്ല് ചെയ്യുന്നില്ല. എനിക്ക് മെയിൻലി ചെയ്യാനുണ്ടായിരുന്നത് എൻ്റെ ഹെയറിൻ്റെ ഫ്രണ്ട് പോർഷൻ എനിക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്യണമായിരുന്നു. ഞാനൊരു 1 year ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് അത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ചെയ്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ ഇന്നും എൻ്റെ ഹെയർ ഒന്ന് വാഷ് ചെയ്യണമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒന്ന് ഫ്രണ്ട് സ്ട്രെയിറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസിൽ എൻ്റെ ഹെയർ വാഷിങ്ങും ഡ്രൈയിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്, കാരണം എല്ലാവർക്കും ചെയ്യാനുള്ള ടൈമില്ലല്ലോ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ അനിയത്തി ആണെങ്കിൽ അയ്യോ എന്നെ കൊല്ലല്ലേ എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് തന്നെ, ഞാൻ പൊള്ളിക്കുക എന്നും പറഞ്ഞിട്ട്. ഏതായാലും എൻ്റെ ഫേഷ്യൽ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. എൻ്റെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെഡ്ഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു 4 days ബിഫോർ ഫേഷ്യലൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്കിലേ നമ്മുടെ മുഖം നന്നായിട്ട് തെളിഞ്ഞ് കിട്ടുള്ളൂ. അതായത് അതിൻ്റെ ഒരു റിസൾട്ട് അറിയണമെങ്കിൽ ഒരു 3 to 4 days വേണം നമുക്ക്. പിന്നെ അമ്മി ഉച്ചയൊക്കെ ആയിരുന്നു, അമ്മി ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എല്ലാവർക്കുമായിട്ട്. അപ്പോൾ നല്ലൊരു പ്ലേസാണ് ഈ പാർലർ ഇരിക്കുന്ന, നല്ല ഒരു സൗകര്യമുള്ള സ്ഥലത്താണ്. സോ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഫുഡൊക്കെ കഴിച്ച് പിന്നെയും പരിപാടി റീസ്റ്റാർട്ട് ചെയ്തു. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു പരിപാടികൾ. ഞാനിന്ന് ചെയ്തത് പേൾ ഫേഷ്യലായിരുന്നു. പേൾ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മീഡിയം കളറൊക്കെ ഉള്ളവർക്ക് പേള് നല്ല വർക്കൗട്ടാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പ്രിഫർ ചെയ്തത് പേളാണ്. പിന്നെ ചിലർ ഗോൾഡ് ചെയ്തു, ചിലർ ഫ്രൂട്ട് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. ഞാൻ എന്തായാലും പേൾ തന്നെ ഇപ്രാവശ്യം പ്രിഫർ ചെയ്യാനാണ് തീരുമാനിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ഹെയർ ഡ്രൈയിങ്ങും വാഷിങ്ങും ഒക്കെ കഴിഞ്ഞു. സോ ഞാൻ എൻ്റെ ഫ്രണ്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹെയർ നന്നായിട്ട് ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ എറണാകുളത്തായത് തന്നെ അവിടുത്തെ വെള്ളവും അതുപോലെ ഡ്രാൻഡ്രഫും ഒക്കെ കൂടുന്ന കാരണം തന്നെ മുടി നന്നായിട്ട് കെയർ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായില്ല. സോ ലെങ്ത് ഹെയർ ആയിരുന്നപ്പോൾ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പാട് പോലെ തോന്നി. എൻ്റെ മുടിക്ക് വലിയ തിക്നെസ് ഒന്നുമില്ല, എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. സോ ഞാൻ നല്ലതായിട്ട് ഹെയർ അങ്ങോട്ട് ഷോർട്ട് ആക്കിയായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഫ്രണ്ട് പോർഷൻ സ്ട്രെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇവളുടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം. അവളുടെ പെർഫെക്റ്റ് ലെങ്ത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലെങ്ത് ഉണ്ടല്ലോ, കാണാൻ ഭംഗിയുള്ള ആ ഒരു രീതിയിലായിരുന്നു. നല്ല സിൽക്കി സ്മൂത്തി ആയിട്ടുണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാനായിട്ട്. അവർക്കും വലിയ ഇഷ്ടപ്പെട്ടു ചെയ്തത്. അപ്പം നമ്മുടെ ഷോപ്പിൽ ഹെയർ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, അതുപോലെ ഹെയർ സ്പാ, പിന്നെ അതുപോലെ ഹെയർ കട്ടിങ്, ഹെയർ കളറിങ്, ബ്ലോ ഡ്രൈ ഇതെല്ലാം അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ബ്രൈഡൽ മേക്കപ്സ് കാര്യങ്ങൾ, ഫേഷ്യൽസ്, ത്രെഡിങ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഷോപ്പിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് കൊടുക്കാം, അതായത് ബയോ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കയറി സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. പിന്നെ വന്നിട്ട് എൻ്റെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കൊരു ഈവനിങ് ഒക്കെ ആയി. സിസ്റ്ററും അപ്പയും കൂടെ കോഫി ഒക്കെ ഇടുകയാണ്. അതിനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ. നല്ലൊരു പ്ലേസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു ഹോംലി ടച്ച് വരുന്നൊരു സ്ഥലത്താണ് പാർലർ ഉള്ളത്.
പിന്നെ എൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. നല്ല ഷോർട്ട് ഹെയർ, ഞാൻ ഇത്ര ഷോർട്ട് ആക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയ്ക്ക് ഷോർട്ട് ആക്കുന്നത് ഹെയർ. സോ അപ്പം എനിക്ക് ചേരുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ ഞാൻ മഫ്ത ഇങ്ങനെ ചുറ്റി കെട്ടുന്നതുകൊണ്ട് എനിക്ക് ഹെയറിൻ്റെ വലിയ ആവശ്യം വരാറില്ല. സോ എന്തായാലും ഹെയർ ഷോർട്ട് ആക്കിയെങ്കിലും എനിക്ക് വലിയ വൃത്തികേട് അങ്ങനെ തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾക്ക് അന്ന് പാർട്ടിക്കും നമ്മുടെ കല്യാണത്തിനൊക്കെ ഇടാനായിട്ടുള്ള ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനായിരുന്നു നമ്മുടെ ഷോപ്പിൽ. അതുപോലെ തന്നെ റെന്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓർണമെന്റ്സും റെന്റിന് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡ്രസ്സും റെന്റിന് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവരും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പറും അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. സിസ്റ്റർ ആണെങ്കിൽ അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളും കൂടി ഇട്ട് നോക്കി സ്റ്റൈൽ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. എനിക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ സ്റ്റോൺ വരുന്ന ഒരു മാലയാണ് സെലക്ട് ചെയ്തത്. എൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഡ്രസ്സാണ് വരുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ ഹൽദിക്ക് ഇടാനായിട്ട് രംഗോലിനായിട്ടിന് ഇടാനായിട്ട് ഞാനൊരു യെല്ലോ കളർ കമ്മൽ സെലക്ട് ചെയ്തു. പിന്നെ വന്നിട്ട് നമ്മൾ കുപ്പിവള കുറേ ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ. അപ്പോൾ സോ എല്ലാവർക്കും കൂടി, നമ്മുടെ കസിൻസിന് എല്ലാവർക്കും കൂടി നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുപ്പിവളയൊക്കെ എടുത്തു. ഇങ്ങനെയൊക്കെ ആ ഒരു ഡേ അങ്ങ് പോയി. പിന്നെ വന്നിട്ട് നമ്മൾ മഹാറാണിയിലായിരുന്നു നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നത്. പാർട്ടിക്കുള്ള പെണ്ണിനുള്ള സാരി എടുക്കാൻ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇനി ഒരുപാട് ഈ വെഡ്ഡിങ് സീരീസ് ആയിട്ട് കുറേ വീഡിയോസ് ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. സോ ആ രംഗോലി നൈറ്റും വെഡ്ഡിങ്ങും അതൊക്കെ ചെയ്യാൻ നമ്മുടെ പുറകെ വരുന്നുണ്ട് വീഡിയോസ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസ് വരുമ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.